ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ ഉള്ളിൽ പഴയ തോന്നലുകൾ കിടക്കുന്നുണ്ടോ ഇല്ലയോ? അതവിടെ നിക്കട്ടെ പത്മിനി. നിന്റെ ഉദ്ദേശം എന്താ? അതാ എനിക്കിപ്പോ അറിയേണ്ടത്. അവളുടെ അസുഖമൊക്കെ മാറ്റി അവളെ പഴയ സ്ഥിതിയിലാക്കി ഇവിടെ തന്നെ നിർത്തണമെന്നുള്ള ഉദ്ദേശം പത്മിനിയുടെ ഭാഗത്തു നിന്നുണ്ടോ? ഈശ്വര, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പോവും? എന്റെ ദൈവമേ, കാത്തോളേ. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, എന്റെ ദൈവമേ. ഈശ്വര, അയ്യോ അയ്യോ, ഡമ്മേ, എനിക്ക് വയ്യേ. അയ്യോ 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 അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ 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 അയ്യോ, എനിക്ക് വയ്യേ. ഞാൻ എങ്ങനെ പോവും? എന്റെ ദൈവമേ, ചതിച്ചല്ലോ. എഴുന്നേക്കാനും വയ്യ. അയ്യോ അയ്യോ അയ്യോ, എന്റെ അമ്മേ. അയ്യോ, എന്റെ കാലേ. മുത്തശ്ശി, ഇതെന്താ ഇപ്പൊ തന്നെ ഇറങ്ങുവാണോ രണ്ടാളും? ഏയ് അല്ല മുത്തശ്ശി, ഞങ്ങളെ ഷോപ്പിംഗ് കഴിഞ്ഞിപ്പോ വന്നതേ ഉള്ളൂ. വെളുപ്പിനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങും. ആ നേരത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് യാത്ര പറഞ്ഞേക്കാന്നും കരുതി. നോക്ക്, മുത്തശ്ശിയെ കാണാതെ പോകുന്നതിൽ വിഷമമുണ്ട്. എന്നാലും ആ നേരത്ത് മുത്തശ്ശി എഴുന്നേറ്റ പിന്നെ ഉറങ്ങില്ലല്ലോ. അതെ, ചില നേരത്ത് രണ്ടുപേരും കൂടി ഞങ്ങളെക്കാൾ ചെറുപ്പമാണ് മുത്തശ്ശി എന്ന് പറയും. എന്നാ വേറെ ചില നേരത്ത് വയസ്സത്തിയാണ്, എഴുന്നേൽക്കണ്ട, കിടന്നുറങ്ങിക്കോന്ന് പറയും. ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത്? അതെ, കാര്യം എന്തായാലും കണിമംഗലം ജയഭാരതി വയസ്സായെന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിച്ചു തരില്ല. ആ
പിന്നെ എന്താടാ നിങ്ങൾ പോകുമ്പോ എന്നേക്കാന് യാത്ര അയക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ എന്നെ കാണാതെ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങണ്ട. കാണാതെ നിങ്ങൾ ഇറങ്ങിപ്പോയാല് മുത്തശ്ശിക്ക് ഇവിടെ ഒരു സമാധാനവും കിട്ടില്ലടാ. ചെല്ലെ, നേരത്തെ കിടന്നുറങ്ങ. എന്നിട്ട് എഴുന്നേറ്റ് റെഡി ആകുമ്പോഴേക്കും മുത്തശ്ശി നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കാം. ആ എന്നാ ഓക്കെ. രാജീവാ, നമ്മുടെ മുത്തശ്ശി ചെറുപ്പം തന്നെയാ കേട്ടോ. കേട്ടോ, ഇത് എപ്പോഴാ രണ്ടാളും വന്ന് കയറിയത്? ഞങ്ങള് നേരത്തെ തന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോന്നു. എന്തെങ്കിലും എടുത്താലേ അത് മുത്തശ്ശിയെ കാണിക്കാതെ സമാധാനം കിട്ടില്ലല്ലോ. അയ്യോ, അമ്മ അത് പറഞ്ഞ് പരിഭവിക്കാനൊന്നും നിൽക്കണ്ട. ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടുമില്ല, മുത്തശ്ശിയെ കാണിച്ചിട്ടുമില്ല. ഒന്ന് പോടാ അവിടുന്ന്. പോട്ടെ. ശരിയാണ്. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പ്രിയങ്ക മോളുടെ കാര്യോ? അവളുടെ എന്ത് കാര്യം? അല്ല, ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. ഭക്ഷണം വാരിക്കൊടുക്കണോന്നൊക്കെ പറയാറുമുണ്ട്. ഉള്ളില് പഴയ തോന്നലുകളൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലേ? അവളുടെ ഉള്ളിൽ പഴയ തോന്നലുകൾ കിടക്കുന്നുണ്ടോ ഇല്ലയോ? അതവിടെ നിക്കട്ടെ പത്മിനി. നിന്റെ ഉദ്ദേശം എന്താ? അതാ എനിക്ക് പറയേണ്ടത്. അവളുടെ അസുഖമൊക്കെ മാറ്റി അവളെ പഴയ സ്ഥിതിയിലാക്കി ഇവിടെ തന്നെ നിർത്തണമെന്നുള്ള ഉദ്ദേശം പത്മിനിയുടെ ഭാഗത്തു നിന്നുണ്ടോ? അല്ലമ്മേ, അത് മണ്ടത്തരം കാണിക്കല്ലേ. ഇപ്പൊ ഇവിളി ഈ അവസ്ഥയിലാണെങ്കിലും എന്തൊക്കെ ചെയ്തു കൂട്ടിയതിനു ശേഷമാ ഈ അവസ്ഥയിലായതെന്ന് ചിന്തിക്കണം. നീ ഇപ്പൊ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് വരുണിന്റെയും രാധികയുടെയും ജീവൻ ആപത്താ. പ്രിയങ്കയുടെ മനോനില നേരെയാവുകയും കണിമംഗലത്ത് നിന്നും ഇനി അവൾ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്താല് എന്ത് ചെയ്യും നീ? വരുണിനോട് അവളെ സ്വീകരിക്കാൻ പറയാൻ പറ്റുമോ? പഴയ പോലൊരു ഗതികെട്ട ജീവിതം തെരഞ്ഞെടുക്കാൻ അവനോട് പറയാൻ പറ്റുമോ? പറ. അയ്യോ അമ്മേ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. കാരുണ്യ സ്നേഹമൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതല്പം പ്രശ്നം പിടിച്ച കാര്യമാ. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കണിമംഗലത്ത് ഇപ്പോഴുള്ള ശാന്തിയും സമാധാനവും ഇല്ലാതാവും. അത് മനസ്സിലാക്കിക്കൂ. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കണം. അതാ ചെയ്യേണ്ടത്. ചെല്ല്. അയ്യോ, ദൈവമേ, അയ്യോ.